ഹലോ ഗേസ് ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെസ്സേജ് ഒഫീഷ്യലി സ്കൗട്ടിന് ഫേവറൽ പോസ്റ്റ് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഗോൾഡിബായും തഗ്ഗും ഇന്നലെ ലൈവിൽ വന്നിട്ട് ഫുൾ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ലൈവ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ ഗോൾഡിബായും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീം എക്സ്പാർക്കും റവനനും തമ്മിലുള്ള ആ ഒരു BGMA കൊളാബറേഷൻ ആണ് നടക്കാൻ പോകുന്നത്. അതായത് ഈ രണ്ട് ടീമുകൾക്കും ഇനി ഒറ്റ ലൈനപ്പ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. TX-RNT അല്ലെങ്കിൽ RNT TX എന്ന പേരിലായിരിക്കും ഈ ഒരു ലൈനപ്പ് അറിയപ്പെടാൻ പോകുന്നത്. അതായത് ഇനി റവനന്റ് എന്നുള്ള പേരിൽ നമുക്കൊരു BGMA ലൈനപ്പ് കാണാനായിട്ട് സാധിക്കുന്നതല്ല എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ആ ഒരു കൊളാബറേഷൻ അനൗൺസ്മെന്റ് നമുക്ക് ഈ ഒരു പ്ലേയേഴ്സിന്റെ മീറ്റപ്പ് നടക്കുന്നതിന് മുംബൈയിൽ അന്ന് ഉണ്ടാവുന്നതാണ് സ്കൗട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്കൗട്ട് SA2 ഇറങ്ങിയപ്പോൾ തന്നെ കാശ്വീം SA2 പോകുമോ എന്നുള്ള ഒരുപാട് ഫാൻസിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഗോൾഡിവേ പറഞ്ഞത് കാശ്വി SA2 പോകുന്നില്ല, സ്കൗട്ട് മാത്രമാണ് പോയിട്ടുള്ളത്. കാശ്വി എന്തായാലും ലൈവിൽ വരും. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാശ്വിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇന്ന് കാശ്വിയുടെ ലൈവ് ഉണ്ടാവും, അതിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മളെ സ്കൗട്ട് നിങ്ങൾക്കറിയാം സ്പോർട്സ് പ്ലെയർ ആണ്. കുറേ ടീമുകൾ ഇപ്പോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെന്റ് സെൻസെ ആയിട്ട് ഒരു ടീം ബിൽഡ് ചെയ്തിട്ട് സെൻസെ സ്കൗട്ട് സാഫും ആൻഡ് ഒരു ട്രൈഔട്ട്സ് നടക്കുന്ന ടീം മിസ്ഫിറ്റ് എന്ന പേരിലാണ് ഇപ്പോൾ സ്കൗട്ടിന്റെ ആ ഒരു ടീമും കളിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾലേക്കിന്റെ CODM ലൈനപ്പ് CODMന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മാനേജ്മെന്റ് ആ ഒരു ബ്രാക്കറ്റ് വൻ രീതിയിൽ ചേഞ്ച് ആക്കുന്നതാണ്. ചില ടീമുകൾക്ക് ഫേവർ ആയിക്കൊണ്ട് അവർ ചേഞ്ച് ആക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവർ ആദ്യം ഇട്ട ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോളിലേക്ക് ക്വാർട്ടർ ഫൈനൽസിൽ എലിവേറ്റുമായിട്ടാണ് കളിക്കേണ്ടത്. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ ആ ഒരു ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യുകയും ഗോളിലേക്ക് എക്സ്റോക്കോ ആയിട്ട് കളിക്കേണ്ടി വന്നു. ആ ഒരു ട്വീറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റ് ഗെയിമിന്റെ ഇടയിൽ അല്ലെങ്കിൽ മാച്ചുകൾക്ക് ഇടയിൽ ഇങ്ങനെ ബ്രാക്കറ്റ് മാറ്റുന്നത് അത് വളരെ മോശം തന്നെയാണ്. കാരണം ആദ്യം ഇട്ട ബ്രാക്കറ്റും രണ്ടാമതിട്ട ബ്രാക്കറ്റും നമ്മൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ആൻഡ് ഗോളിലേക്ക് എക്സ്റോക്കോ ആയിട്ട് മാച്ച് തോൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗോളിലേക്ക് ഈ ഒരു ഇവന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട്. കഴിഞ്ഞ തവണ റണ്ണറപ്പ് ആയിരുന്നു, പക്ഷെ ഇത്തവണ ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് ടീമിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് സ്പോർട്സ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്ത 10 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ക്ലോസ്ഡ് ക്വാളിഫയേഴ്സിന്റെ ഗ്രൂപ്പ് ഡിയുടെ മത്സരങ്ങൾ നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗോഡ്സ്റേന്റെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. 6 മാച്ചുകൾ 90 പോയിന്റാണ് ഗോഡ്സ്റേൻ സ്വന്തമാക്കിയത്. VXT സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 51 പോയിന്റുമായിട്ട്. വസിഷ്ഠ തേർഡ് എത്തി 45 പോയിന്റായിട്ട്. ടോപ്പ് 8 ടീംസുകളിൽ നിന്നും സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. നമ്മുടെ സ്കൗട്ടിന്റെ ടീമായുള്ള മിസ്ഫിറ്റ് 10ാം സ്ഥാനത്താണ് വിൻ ചെയ്ത് 32 പോയിന്റായിട്ട് അവരും പുറത്തായി. ഒപ്പം തന്നെ ഗോളിലേക്കിനും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. 12ാം സ്ഥാനത്ത് 26 പോയിന്റോട് കൂടിയിട്ടാണ് ഗോളിലേക്കും ഫിനിഷ് ചെയ്തത്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഗ്രൂപ്പിൽ സോളും ഇതേപോലെ പുറത്തായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വമ്പൻ ഫാൻ ഫേവറേറ്റ് ടീമായുള്ള ഗോളിലേക്കും പുറത്തായിരിക്കുകയാണ്. അവർ സീരിയസ് ആയിട്ട് കളിക്കാത്തതുകൊണ്ടോ അതോ ടഫ് കോമ്പറ്റീഷൻ ആയതുകൊണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഗോളിലേക്കും പുറത്തായിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഇനി 32 ടീമുകളായിരിക്കും സെമി ഫൈനൽസ് കളിക്കാൻ പോകുന്നത്. ഇന്ന് മുതൽ തന്നെ സെമി ഫൈനൽസും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി കുറച്ച് ലൈനപ്പ് ചേഞ്ചുകളാകാം. 8-ബിറ്റ് അവരുടെ BGMA റോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇനി കുറച്ച് കാലത്തേക്ക് 8-ബിറ്റ് അവരുടെ BGMA ഓപ്പറേഷൻസ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. ഈ ഒരു ലൈനപ്പിന് പുതിയൊരു ഓർഗും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വരെ ഈ ഒരു 8-ബിറ്റ് എന്ന പേരിൽ തന്നെ ആയിരിക്കും ഈ ഒരു ടീം കളിക്കാൻ പോകുന്നതെന്നുമാണ് തഗ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഈ ഒരു ലൈനപ്പ് ഏത് ഓർഗിലേക്കാവും പോകുക, അല്ലെങ്കിൽ 8-ബിറ്റ് എന്ന പേരിൽ തന്നെയാണോ ഇനി ഫുള്ളി കളിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് S-Power റിലേറ്റഡ് തന്നെയാണ്. S-Power ഇതിന് മുന്നേ ജോയിൻ ചെയ്തൊരു ഓർഗിലേക്ക് തന്നെയാണ് വീണ്ടും ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാർണിവൽ ഗെയിമിങ്ങിലേക്കാണ് S-Power വീണ്ടും പോകാൻ പോകുന്നത് എന്നുള്ള റൂമേഴ്സാണ് വീണ്ടും കേൾക്കുന്നത്. കൺഫേം ആയിട്ടുള്ള ഒരു ഇൻഫോ ലാസ്റ്റ് റൂമേഴ്സ് ആയിട്ട് കേൾക്കുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അക്ഷത്തിനെ കാർണിവൽ ഗെയിമിങ്ങിൽ എടുക്കാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഷോഗൺ പുതിയ പ്ലെയർ ആയിട്ട് അവിടെ വന്നതാണ്. ഷോഗൺ ടീമുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. ഷോഗനെ ഒഴിവാക്കുന്നത് മോശമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഹെക്ടർ അക്ഷത്തിനെ ഒഴിവാക്കിയതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ S-Power ആ ഒരു ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ ഷോഗൺ വീണ്ടും ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും. അത് ഷോഗണ് ഭയങ്കര രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിയോ ആയിരിക്കണം ബെഞ്ചിൽ ഇരിക്കേണ്ടത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം S-Power വീണ്ടും ആ ഒരു കാർണിവൽ ഗെയിമിങ്ങിലേക്കുള്ള ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു ടീമിനെ എഫക്റ്റ് ചെയ്യാന്ന് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം.
അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ ബ്ലൈൻഡ് സ്പോർട്സിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. BMPSൽ കളിച്ച ആ ഒരു ലൈനപ്പിനെ ബ്ലൈൻഡ് സ്പോർട്സ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ബ്ലൈൻഡ് സ്പോർട്സ് ഇതാ പുതിയൊരു BGMI ലൈനപ്പിനെയും എടുത്തിട്ട് നമ്മൾ HRI സ്പോർട്സ് കണ്ടക്ട് ചെയ്ത പ്രോ സ്ട്രീംസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലെയർ 1, പ്ലെയർ 2, പ്ലെയർ 3, പ്ലെയർ 4 ആ ഒരു പേരിലാണ് പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് പ്ലേയേഴ്സുമായിട്ടാണ് ഇവരെ സാമ്യമായിട്ട് തോന്നുന്നതെന്ന് എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു ലൈനപ്പ് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തന്നെ ബ്ലൈൻഡ് സ്പോർട്സിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ അപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.